അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ഈ സ്വർണ്ണപ്പാളികൾ മാനുവൽ ലംഘിച്ച് പുറത്തു കൊണ്ടുപോയി സ്വകാര്യ പൂജ ചെയ്തത് ഒരു ഭാഗത്ത്, 1999 വിജയ് മല്യ സ്വർണം പാകിയ ചെമ്പുപാളിയിൽ സ്വർണത്തിൻ്റെ ഒരു തരി പോലും ഇല്ലായിരുന്നുവെന്ന് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിൻ്റെ മഹസറിലും എഴുതി കണ്ടത് മറ്റൊരു ഭാഗത്ത്. സ്വർണം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ മാനുവൽ ലംഘിച്ച് ഈ ചെമ്പുപാളികൾ കേരളത്തിന് പുറത്ത് കൊണ്ടുപോയി ആന്ധ്രയിലടക്കം കൊണ്ടുപോയി പൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കേണ്ടതല്ലേ? അതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. രണ്ടായിരത്തി 19 ഈ പറഞ്ഞ നിലയിലുള്ള ഒരു കാര്യം നടന്നു എന്ന് പ്രതിപക്ഷവും അതുപോലെ തന്നെ ചില ആളുകളും തുടർച്ചയായി BJPയും ഒക്കെ ഈ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുത ഇതിനെ ക്ലബ് ചെയ്ത് 2025 തുടർച്ചയായി ശബരിമലയിൽ ഇത്തരം കാര്യങ്ങൾ നടന്നു വരികയാണെന്നുള്ള രൂപത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടക്കുകയാണ്. എന്താണ് 2019 സംഭവിച്ചത്? 2019 സംഭവിച്ചത് ഈ പറയുന്നത് പോലെ ഒരു സ്പോൺസർ വരികയും ആ സ്പോൺസറുടെ ഈ സ്വർണം കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. ആ തീരുമാനം കൈക്കൊള്ളുമ്പോൾ തന്നെ ദേവസ്വം ബോർഡ് കൃത്യമായി തീരുമാനിച്ചത് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അനുധാവനം ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ, അത് തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ, ദേവസ്വത്തിൻ്റെ ഗോൾഡ് സ്മിത്ത് തുടങ്ങി വിജിലൻസ് ഉദ്യോഗസ്ഥർ വരെയുള്ള ആളുകൾ അനുധാവനം ചെയ്ത് ഇത് ശരിയാം വിധം അറ്റകുറ്റപ്പണി ചെയ്ത് തിരിച്ച് യഥാവിധിപ്രകാരം പുനഃസ്ഥാപിക്കണം എന്ന തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ ആ തീരുമാനം ലംഘിച്ചത് അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ പാകപ്പിഴ സംഭവിപ്പിച്ചത് ഏതാനും ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥരുടെ പങ്കിനെ സംബന്ധിച്ച്, അവരുടെ മോട്ടീവിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശാനുസരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ ഉദ്യോഗസ്ഥരിൽ മാത്രം വെച്ച് ഒഴിയാൻ കഴിയുമോ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ? അല്ല, ഉറപ്പായും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ് പ്രാഥമിക തലത്തിൽ നടന്നിരിക്കുന്നതെന്നാണ് ഞങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ദേവസ്വം ബോർഡിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് അവർ തന്നെ പറയുകയാണ്. അതിനെ കൂട്ടി വായിച്ചുകൊണ്ട് വിജയ് മല്യ 1999 സ്വർണം പാകിയ ഈ ദ്വാരപാലക ശില്പപാളിയിൽ എത്ര സ്വർണം ഉണ്ടായിരുന്നു 2019? 2019 അതെ. ഇത് 14 പാളികളാണ്. 38 കിലോഗ്രാം ആണ് ഇതിൻ്റെ ആകെ വെയിറ്റ്. 397 ഗ്രാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണമെന്നാണ് ദേവസ്വം രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും കണക്കുകളോ അല്ലെങ്കിൽ എഴുതിയതിലെ ചില പിശകുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല. 2027 ഗ്രാം എന്ന് പറയുന്നത് 2019 ഈ സ്വർണ്ണപ്പാളികൾ അഥവാ ചെമ്പുപാളികൾ സന്നിധാനത്ത് നിന്നും കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് തയ്യാറാക്കിയ മഹസറിലെ കണക്കല്ലേ? എൻ്റെ ചോദ്യം അതല്ല. ദേവസ്വം ബോർഡിൻ്റെ പക്കൽ വിജയ് മല്യ എത്ര സ്വർണ്ണമാണ് ഈ ചെമ്പ് പാളിക്ക് കൊടുത്തത്, അല്ലെങ്കിൽ അത് പാകാൻ വേണ്ടിയിട്ട് കൊടുത്തത് എന്നതിൻ്റെ ഒരു കണക്കുണ്ടോ എന്നാണ്, ഈ മഹസറിലെ കണക്കല്ലാതെ. അല്ല, കൃത്യമായി രേഖകൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ വിജയ് മല്യ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ വിജയ് മല്യ പൂശിയ സ്വർണം, അദ്ദേഹം കാണിക്കയായി പൂശിയ സ്വർണത്തെ സംബന്ധിച്ച് വ്യക്തമായ കണക്ക് അതും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് ദേവസ്വം ബോർഡിന്റെ വിജയ് മല്യ എത്ര സ്വർണം പാകി എന്നുള്ളതിന് കൃത്യമായ ഒരു കണക്കും ദേവസ്വം മന്ത്രിയുടെ കയ്യിലോ ദേവസ്വം ബോർഡിന്റെ കയ്യിലോ ഇല്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് 397 ഗ്രാം എന്നുള്ളത്. ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഒരു കണക്കുമില്ല വിജയ് മല്യ എത്ര സ്വർണം മഹസറിൽ. അല്ല, ഞാൻ ചോദിക്കട്ടെ, മഹസറിൽ രേഖപ്പെടുത്തിയ കണക്ക് വെച്ചല്ലേ നമുക്ക് നമ്മുടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനപ്പുറം അഡീഷണലായിട്ട് അതിനകത്ത് ചേർത്തിട്ടുണ്ട് എങ്കിൽ ഈ അന്വേഷണത്തിലൂടെ അത് വെളിപ്പെടേണ്ടതാണ്. ഏതെങ്കിലും രൂപത്തിൽ അതും വിജയ് മല്യ ശബരിമല
ക്ക് നടക്കി വെച്ച അല്ലെങ്കിൽ പൂശിയ സ്വർണത്തെ സംബന്ധിച്ചും ഈ രൂപത്തിൽ ഇന്നത്തെ അന്വേഷണത്തിന്റെ പരിധിയിൽ ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ അതും കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചോദ്യമുണ്ട്. ആ രൂപത്തിൽ ആദ്യത്തെ ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല. അതായത് ഈ വിജയമല്യ എത്ര സ്വർണം പാകി എന്ന ചോദ്യത്തിന് 2019 എടുത്ത മഹസറിലെ ഉത്തരമല്ലാതെ നമ്മുടെ കയ്യിൽ ഉത്തരമില്ല. ശരി, ആ 2019 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് ചെമ്പുപാളിയാണോ സ്വർണം പാകിയ ചെമ്പുപാളിയാണോ? കാര്യം ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് 2019 കൊണ്ടുപോയത് ചെമ്പുപാളികൾ മാത്രമാണ് എന്നാണ്. അത് പൂശിയ കമ്പനി പറയുന്നത്, സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതിനകത്ത് ഒരു തരി സ്വർണം പോലും ഉണ്ടായിരുന്നില്ല, പുതിയ ചെമ്പുപാളിയാണ് എന്നാണ്. അപ്പോൾ എന്താണ് സർക്കാരിന്റെ നിഗമനം? അല്ല, സ്മാർട്ട് ക്രിയേഷൻസ് അത്തരത്തിലൊരു വാദഗതി ഇന്നലെ പറഞ്ഞതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വരുന്നത് സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നാണ്. സ്വർണം പൂശിയ ചെമ്പുപാളികളാണ്. പിന്നീട് 2025 ഇതേ രൂപത്തിൽ 14 പാളികളിൽ 2 എണ്ണം മാറ്റിവെച്ചിട്ട് 12 എണ്ണം ഇതുപോലെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ ശബരിമലയിലെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അതുപോലെ തന്നെ വിജിലൻസ് അധികാരികളുടെ ഗോൾഡ് സ്മിത്തിന്റെ ഒക്കെ വീഡിയോ ചിത്രീകരണം നടത്തി 2025 ചേർക്കേണ്ട എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. പക്ഷേ അപ്പോഴും ഡി സുരേഷ് കുമാർ 2019 കൊണ്ടുപോയത് വിജയമല്യ സ്വർണം പാകിയ ചെമ്പുപാളിയാണ് എന്നത് താങ്കൾ ഉറപ്പിക്കുന്നുണ്ടോ? അല്ല, ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് ഉപോത്ബലകമാകുന്ന നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതിനകത്ത് യാതൊരു വിധത്തിലും യോജിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ സ്വർണം പൂശിയ പാളികളാണ് ഉറപ്പായും 2025 എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി മാനദണ്ഡ പ്രകാരം പുറത്തു കൊണ്ടുപോയി ഇപ്പോൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ കമ്പനി പറയുന്നു ചെമ്പുപാളിയാണെന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ചെമ്പുപാളിയാണെന്ന്. ഈ 2019 ചെമ്പുപാളിയാണോ സ്വർണ്ണപ്പാളിയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അവിടെയാണ് ഈ വ്യക്തത കുറവുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹസിൽ പറഞ്ഞിരിക്കുന്നത് 397 ഗ്രാം സ്വർണ്ണമാണ് പൂശിയിരുന്നത് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഗോൾഡ് പ്ലേറ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് കോപ്പർ പ്ലേറ്റുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഈ രജിസ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് മഹസർ തയ്യാറാക്കി കൃത്യമായ ലെഡ്ജറിൽ ഇതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കും. ഉറപ്പായും വളരെ കൃത്യമായി 2025 സെപ്റ്റംബർ മാസത്തിൽ തയ്യാറാക്കിയ മഹസറിന്റെ കാര്യമല്ലേ അങ്ങ് ഈ പറയുന്നത്? 2019 ഒരു മഹസർ ആ അർത്ഥത്തിൽ തയ്യാറാക്കിയിരുന്നു. അല്ല, 2019 അവിടെയാണ് ഒരു പ്രശ്നം. 2019 ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളും ഇത് കൃത്യമായി ഉദ്യോഗസ്ഥ സാന്നിധ്യത്തിൽ ഈ സ്വർണ്ണ പൂശിയ പാളികൾ ഇതിന്റെ മെയിൻ്റനൻസ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. അവിടെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ചോദ്യം. 2019 മഹസർ ഇല്ല. ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 2019 കൊണ്ടുപോകുമ്പോൾ എത്രയാണ് സ്വർണം എന്നുള്ളതിൻ്റെ കണക്ക് അന്നില്ല. നമ്മുടെ കയ്യിൽ കൈവശമുള്ള കണക്ക് 2025 തയ്യാറാക്കിയ മഹസറിലേതാണ്. അത് കൊണ്ടുപോകുമ്പോൾ 397, തിരിച്ചു കൊണ്ടുവരുമ്പോൾ 10 ഗ്രാം കൂടെ കൂടി 407 ഉണ്ടാവും. കാര്യം 14 പാളിയിൽ 12 പാളിയുള്ളൂ. അതാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണം. അപ്പോൾ ഇവിടെയൊക്കെ അവ്യക്തത നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ഞാൻ Debate with Dr. Arun Kumar.